സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ സൈക്കോളജിയിലെ കുറച്ച് നല്ല സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട, അതായത് നിങ്ങൾക്ക് സി-ടെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർക്കും അതുപോലെ തന്നെ കേട്ടറ്റിന്റെ എല്ലാ കാറ്റഗറിക്കും വേണ്ടിയിട്ടുള്ള പിന്നെ കുറച്ചധികം സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രമിക്കുക. കുറച്ചധികം ഒരു പക്ഷേ ചില ചോദ്യങ്ങളെങ്കിലും കുറച്ച് ലെവൽ കൂടിയ രീതിയിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡിയാക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ കുറച്ചെണ്ണമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ എണ്ണം നമുക്ക് കൂട്ടി വരാം. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശരിക്കും ശ്രദ്ധിക്കണം, കാരണം ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് പറ്റാൻ കൂടുതൽ സാധ്യതയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ. ഫസ്റ്റ് ഇങ്ങനെയാണ്, the following three aspects of intelligence are dealt by Sternberg's triarchic theory except എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്ന 4 പിന്നെ ഇന്റലിജൻസിന്റെ ഒരു ഇന്റലിജൻസ് കണക്ട് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ 3 എണ്ണം നമ്മുടെ സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് തന്നിട്ടുള്ളത്, ഒരെണ്ണം ഒഴികെ. അപ്പൊ ആ ഒരെണ്ണം ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. The following 3 aspects of intelligence are dealt by Sternberg's triarchic theory. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് എക്സെപ്റ്റ് ഒരെണ്ണം മാത്രം അവിടെ ഒഴികെ ബാക്കി 3 ട്രാക്കിക് തിയറിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, സ്റ്റേൺബർഗിന്റെ തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ഏതാണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ എ കോമ്പോണൻഷ്യൽ, ഓപ്ഷൻ ബി സോഷ്യൽ, ഓപ്ഷൻ സി എക്സ്പെരിയൻഷ്യൽ, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി കോണ്ടെക്സ്റ്റുവൽ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മുടെ സ്റ്റേൺബർഗിന്റെ പിന്നെ ട്രാക്കിക് തിയറിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതായിരിക്കും? അതാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, സോഷ്യൽ എന്ന് പറഞ്ഞാണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഇതെന്തല്ല, ട്രയാർക്കിക് തിയറിയുമായി കണക്ട് ചെയ്തതല്ല, പക്ഷെ ബാക്കി 3 ട്രയാർക്കിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ട്രയാർക്കിക് തിയറി എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലേ, സ്റ്റേൺബർഗ് ആണ് ഈ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ട്രയാർക്കിക് തിയറി ഫോം ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ട്രയാർക്കിക് തിയറിയിൽ വളരെ പ്രധാനമായിട്ട് 3 സബ് തിയറീസ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ട്രയാർക്കിക് തിയറിയെ കൃത്യമായിട്ട് ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് 3 സബ് തിയറികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ കോമ്പോണൻഷ്യൽ തിയറി. അതുപോലെ നെക്സ്റ്റ് സബ് തിയറിയാണ് എക്സ്പെരിയൻഷ്യൽ തിയറി. അതുപോലെ തന്നെ നെക്സ്റ്റ് തേർഡ് വൺ ആണ് കോണ്ടെക്സ്റ്റുവൽ തിയറി. ഇത് 3ഉം ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിന് ഇന്റലിജൻസുമായി കണക്ട് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അതിൽ ഈ കോണ്ടെക്സ്റ്റുവൽ എന്ന് പറയുന്ന ഈ ഒരു സബ് തിയറി പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ പ്രാക്ടിക്കൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പ്രാക്ടിക്കൽ ഇന്റലിജൻസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു സബ് തിയറിയാണ് ഈ കോണ്ടെക്സ്റ്റുവൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രാക്ടിക്കൽ തിയറി എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ അവന്റെ ഒരു എൻവയോൺമെന്റുമായിട്ട് അവൻ സക്സസ്ഫുള്ളി എങ്ങനെയാണ് അവിടെ പിന്നെ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പ്രാക്ടിക്കൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് കോണ്ടെക്സ്റ്റുവൽ സബ് തിയറിയിൽ സ്റ്റേൺബർഗ് പറയുന്ന കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി എക്സ്പീരിയൻഷ്യൽ സബ് തിയറി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ഇതിനെ കുറിച്ചാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ക്രിയേറ്റീവ് ഇന്റലിജൻസിനെ കുറിച്ചാണ്. ഓക്കെ, ക്രിയേറ്റീവ് ഇന്റലിജൻസിനെ കുറിച്ചാണ് അതിൽ ഡീൽ ചെയ്യുന്നത്, ഈ ഒരു എക്സ്പെരിയൻഷ്യൽ സബ് തിയറി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വരുന്നത്. ക്രിയേറ്റീവ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ കൂടുതലായിട്ട് അതുപോലെ തന്നെ ഒരാൾ ഒരു ഇഷ്യൂനൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ആ കഴിവുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഒരു ഇഷ്യൂ, ഓക്കെ, ഒരു നോവൽ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ ഈ പറയുന്ന എക്സ്പെരിയൻഷ്യൽ സബ് തിയറിയിൽ സ്റ്റേൺബർഗ് ഡീൽ ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ സബ് തിയറി, ഇതൊക്കെ സബ് തിയറീസ് ആണ്, അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഈ കമ്പോണൻഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് അദ്ദേഹം പിന്നെ ഡീൽ ചെയ്യുന്നത് പിന്നെ നമ്മുടെ അനലിറ്റിക്കൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. ഓരോ വ്യക്തിയുടെ 3 ടൈപ്പിനെ കുറിച്ചായിട്ടാണ് പറയുന്നത്. അതിൽ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഒരാൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവിങ് മെന്റാലിറ്റി ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തരുടെ, അത്തരത്തിൽ ഇന്റലിജൻസ് വരുന്ന ആ ഒരു വിഭാഗത്തെയാണ് ഈ പറയുന്ന കോമ്പോണൻഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റുവൽ എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ എക്സ്പീരിയൻഷ്യൽ പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ഇന്റലിജൻസ് ആണ്. ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ എന്തായി മാറിയത്, അനലിറ്റിക്കൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ പ്രോബ്ലം സോൾവിങ് പിന്നെ കപ്പാസിറ്റി ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തരുടെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കോമ്പോണൻഷ്യൽ അണ്ടറിലാണ് വരിക. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ കിട്ടുന്നതായിരിക്കും സോഷ്യൽ ആണ്. ബാക്കി 3ഉം അദ്ദേഹത്തിന്റെ തിയറി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, ഹവാർഡ് ഗാർണേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്
എംഫസൈസസ്. അതായത് ഹവാർഡ് ഗാർഡനറിന്റെ പിന്നെ തിയറി നിങ്ങൾക്കറിയാം, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹവാർഡ് ഗാർഡനറുമായി ബന്ധപ്പെട്ട് അല്ലേ. അപ്പൊ അതിൽ എന്താണ്, അത് ഏതിനെ കുറിച്ച് എന്താണ് അത് ഇവിടെ അർത്ഥമാക്കുന്നത്? ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ ഉള്ള ഒരു കാര്യം ഇവിടെ കിട്ടും. നോക്കിയേ, ഓപ്ഷൻ എ ജനറൽ ഇന്റലിജൻസ്. അതായത് ഈ പറയുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, കോമൺ എബിലിറ്റീസ് റിക്വയർഡ് ഇൻ സ്കൂൾ. Option C, the unique abilities of each individual, and option D, conditioning skills in students. അപ്പോൾ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഹവാർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് ഡീൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ജനറൽ ഇന്റലിജൻസിനെ കുറിച്ചാണോ, അല്ല കോമൺ എബിലിറ്റീസ് റിക്വയർഡ് ഇൻ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന കോമൺ ആയിട്ടുള്ള എബിലിറ്റീസിനെ കുറിച്ചാണോ പറയുന്നത്? ഇനി അതുമല്ല, യുണീക്ക് എബിലിറ്റീസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോരുത്തരുടെയും യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസിനെ കുറിച്ചാണോ, ഇന്റലിജൻസിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, കണ്ടീഷനിങ് സ്കിൽസ് ഇൻ സ്റ്റുഡൻസ്. അപ്പൊ ഏതാണ് വരിക? ഇവിടെ പറയുന്നത് ഏതിനെ കുറിച്ചാണ്? നമ്മളിപ്പോ ഹവാർഡ് ഗാർഡനറിനെയാണ് അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഈ ഹവാർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന തിയറിയിൽ നിങ്ങൾ ഓരോരോ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മളതിൽ പഠിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച്, വെറൈറ്റി ആയിട്ടുള്ള ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ പറഞ്ഞ എല്ലാ ഇന്റലിജൻസും എല്ലാവരിലും ഉണ്ട് എന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്, ഈ ഓരോ വ്യക്തിയിലും ഓരോ ഇൻഡിവിജ്വലിനെ നമ്മൾ എടുത്താലും അവർക്ക് അതിൽ 2 3 അല്ലെങ്കിൽ 1 2 3 എന്തായിരിക്കും കുറച്ച് പിന്നെ ഡോമിനേറ്റ് ചെയ്തിരിക്കും അല്ലെ. ബാക്കിയൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഒന്നും ഇല്ല എന്നുള്ളതല്ല, അതിൽ ചില കാര്യങ്ങളൊക്കെ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും, വ്യത്യസ്ത രീതിയിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അത് ജനിച്ചു വീഴുമ്പോഴേ ഒരാളുടെ എല്ലാ മൾട്ടിപ്പിൾ ഇന്റലിജൻസും ഉണ്ടാവുന്നില്ലല്ലോ, ഒരിക്കലും ഇല്ല. അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസിലൂടെയൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, വിവിധങ്ങളായിട്ടുള്ള കഴിവുകളൊക്കെ നേടുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇന്റലിജൻസും കൂടി വരുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നതാണ്, ഹവാർഡ് ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് emphasizes the unique ability of each individual. ഓരോരുത്തരുടെയും യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസിനെ കുറിച്ചാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ഈ പറയുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ പറയുന്നതിന്റെ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഒരിക്കലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഈ പറയുന്ന ഇന്റലിജൻസ് എന്ന് തന്നെയാണ് ആ ഒരു തിയറിയിൽ പറഞ്ഞു പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, in order to avoid gender stereotyping in class, a teacher should. അതായത് ഒരു ക്ലാസ്സിൽ ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുന്ന സാധനത്തെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഒരു ടീച്ചർ എന്ത് ചെയ്യണം? ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു മുൻവിധിയാണ് അല്ലെ, ഒരു മുൻവിധിയാണ്. നമ്മളന്ന് പഠിച്ചാണ്, ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സോഷ്യൽ സയൻസിന്റെ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായിരിക്കും? in order to avoid gender stereotyping in class, a teacher should. Options: try to put both boys and girls in non-traditional roles. Appreciate students' good work by saying good girl or good boy. Discourage girls from taking part in wrestling. And option D, encourage boys to take risk and be bold. Okay, ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ എൻകറേജ് ബോയ്സ് ടു ടേക്ക് റിസ്ക് ആൻഡ് ബി ബോൾഡ്. അതായത് ആൺകുട്ടികളെ മാത്രം റിസ്ക് എടുക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യിക്കുന്നു അല്ലേ, അവരെ സ്റ്റഡി ആയിട്ട് ബോൾഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പിന്നെ എൻകറേജ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ്? അതൊരിക്കലും എന്തല്ല, ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല അല്ലെ. അതെന്തന്നെയാണ്? സ്റ്റീരിയോ ടൈപ്പിംഗിൽ പെടുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്, സ്റ്റീരിയോ ടൈപ്പിംഗ് അവോയ്ഡ് ആണ് ചെയ്യേണ്ടത്. അതിന് ടീച്ചർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അവന് പോയിട്ട് ആൺകുട്ടികളെ മാത്രം എൻകറേജ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, ഇല്ല. നെക്സ്റ്റ്, ഡിസ്കറേജ് ഗേൾസ് ഫ്രം ടേക്കിംഗ് പാർട്ട് ഇൻ റെസ്ലിംഗ്. അതായത് റെസ്ലിംഗിന്റെ ഭാഗമാവുന്ന പെൺകുട്ടികളെ ടീച്ചർ എന്ത് ചെയ്യുന്നു? ഡിസ്കറേജ് ചെയ്യുന്നു അല്ലെ. പെൺകുട്ടികളെ മാത്രം ടീച്ചർ എന്ത് പ്രത്യേകം മാറ്റി നിർത്തപ്പെടുകയാണ്. അതെന്തല്ല, ഒരിക്കലും ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതും വരുന്നില്ല. ഓപ്ഷൻ എ, ഡിയും അല്ല, സിയും അല്ല. നെക്സ്റ്റ് നോക്കിയേ, അപ്രിഷിയേറ്റ് സ്റ്റുഡൻസ്. നല്ല കാര്യമാണ്, സ്റ്റുഡൻസിനെ അപ്രിഷിയേറ്റ് ചെയ്യണം. ബട്ട് അവിടെ പറഞ്ഞ കാര്യം നോക്കിയേ, ഗുഡ് വർക്ക് ബൈ സേയിങ് ഗുഡ് ഗേൾ ഓർ ഗുഡ് ബോയ്. ഓക്കെ, അപ്പൊ ഒരു ഗുഡ് ഗേൾ അല്ലെങ്കിൽ ഗുഡ് ബോയ് എന്ന് പറയുന്ന വാക്ക് പോലും എന്താണ്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ കുട്ടികളെ അപ്രിഷിയേറ്റ് ചെയ്യണം, പക്ഷേ ഈ രീതിയിൽ ജെൻഡറിനെ വേർതിരിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അടുത്ത ഓപ്ഷൻ എ നോക്കിയേ, ട്രൈ ടു പുട്ട് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ നോൺ ട്രഡീഷണൽ റോൾസ്. മനസ്സിലായ? അപ്പൊ ട്രൈ ടു പുട്ട് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ നോൺ ട്രഡീഷണൽ റോൾസ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും തുടർന്ന് കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോ റോളുകൾ ഉണ്ടല്ലോ, ആൺകുട്ടികൾ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, പെൺകുട്ടികൾ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോത്ത് രണ്ട് വിഭാഗത്തിലുള്ള ആളുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ എല്ലാ റോളുകളിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. ഓക്കെ, എല്ലാ റോളുകളും അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഈ ആൺകുട്ടികൾക്ക് മാത്രമെന്നോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രമെന്നോ ചെയ്യാൻ പറ്റുന്നതല്ല, മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു കോമൺ ആയിട്ട്. അതാണ് ട്രൈ ടു പുട്ട് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ നോൺ ട്രഡീഷണൽ റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് അത് തന്നെയാണ്, ഓപ്ഷൻ സി തന്നെയാണ് വരിക, ഓപ്ഷൻ എ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയൊക്കെ നമുക്ക് വേണ്ട ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ഇല്ലാത്ത ക്ലാസ്സിനെയാണ്. നെക്സ്റ്റ്, സ്കൂൾ ഷുഡ് cater to individual differences to dash. Schools should cater to individual differences to dash.
നോക്കാം. നാരോ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്, ഈവൺ ഔട്ട് എബിലിറ്റീസ് ആൻഡ് പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ്, അണ്ടർസ്റ്റാൻഡ് വൈ സ്റ്റുഡൻസ് ആർ ഏബിൾ ഓർ അൺഏബിൾ ടു ലേൺ, ആൻഡ് ഓപ്ഷൻ ഡി മേക്ക് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ഫീൽ എക്സ്ക്ലൂസീവ്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്കൂൾ ഷുഡ് കാറ്റർ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ടു. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കാം. നാരോ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്, even out abilities and performance of students, understand why students are able or unable to learn, make individual student feel exclusive. അപ്പോൾ ഇവിടെ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഐഡിയ, ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂളിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികളെ മൊത്തത്തിൽ നമ്മൾ വ്യത്യസ്തരായി കാണും അങ്ങനെയൊന്നുമല്ലല്ലോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ടാകും. ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന്റെ അണ്ടറിൽ അല്ലെ, ഫാക്ടേഴ്സിന്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻഡിവിജ്വലിനെയും നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരാളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരാൾ, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, പലരും പല ടൈപ്പാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഇൻഡിവിജ്വലും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് പിന്നെ യുണീക്കായിട്ട് നിർത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വെച്ചാൽ ഓരോരുത്തരും യുണീക്കാണ്, ഓരോരാളും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തരാണ്. അപ്പോൾ ഇവിടെ ടീച്ചർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സ്കൂളിൽ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്ക് ഇവിടെ വർക്ക് ആവുക. നോക്കിയേ, നാരോ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ഓരോരുത്തരും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ഉറക്കുന്നുകൊണ്ട് അവിടെ പ്രത്യേകിച്ചിട്ട് എന്താണ് ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നെക്സ്റ്റ്, ഈവൺ ഔട്ട് എബിലിറ്റീസ് ആൻഡ് പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ്, കാര്യമുണ്ടോ? നെക്സ്റ്റ് ഓക്കെ, അണ്ടർസ്റ്റാൻഡ് വൈ സ്റ്റുഡൻസ് ആർ ഏബിൾ ഓർ അൺഏബിൾ ടു ലേൺ. ഇവിടെ നോക്കിയേ, അപ്പോൾ സ്കൂളിൽ ഇത് ചെയ്യാൻ പറ്റുമല്ലോ. എന്താണ്, എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. സ്കൂളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നിടത്താണ് എന്ത് വരുന്നത്, അവിടെ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അവിടെ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിട്ട് ഒരിക്കലും സ്കൂളിൽ എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് തന്നെയാണ് ഓപ്ഷൻ സി തന്നെയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയേക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ്, പക്ഷേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി, ഓരോന്നും കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, what kind of support can a school provide to address the individual differences in students? What kind of support can a school provide to address the individual differences in students? അല്ലേ? അപ്പോൾ കുട്ടികളുടെ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് ഒരു സ്കൂളിന് ഏത് തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കിയേ, ഫോളോ എ ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം ആൻഡ് പ്രൊവൈഡ് മൾട്ടിപ്പിൾ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടു സ്റ്റുഡൻസ്. ചെയ്യാലോ വേണമെങ്കിൽ അല്ലേ, ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം പ്രൊവൈഡ് ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ മൾട്ടിപ്പിൾ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കാം. അപ്ലൈ എവറി പോസിബിൾ മെഷേഴ്സ് ടു റിമൂവ് ദി ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ സ്റ്റുഡൻസ്. ഓക്കെ, കുട്ടികളുടെ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ മെഷേഴ്സും അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, റെഫർ സ്ലോ ലേണേഴ്സ് ടു സ്പെഷ്യൽ സ്കൂൾ. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ബന്ധപ്പെട്ടുള്ള നല്ല രീതിയിൽ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, പിന്നെ സ്പെഷ്യൽ സ്കൂളിലേക്ക് കുട്ടികളെ വിട്ടുകൊണ്ട് കാര്യമില്ല. സ്ലോ ലേണേഴ്സിനൊക്കെ പിടിച്ച് മറ്റൊരു സ്കൂളിലേക്ക് വിടുമെന്ന് പറഞ്ഞാൽ അതെന്തല്ല, അതൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ. നെക്സ്റ്റ്, ഫോളോ സെയിം ലെവൽ ഓഫ് കരിക്കുലം ഫോർ ഓൾ സ്റ്റുഡൻസ്. എല്ലാവർക്കും ഒരേ ലെവലുള്ള കരിക്കുലം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസിന് നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് ഏതാണ് പറയാൻ പറ്റുമോ, ശരിക്കും ആലോചിച്ച് നോക്കിയേ. ഇൻഡിവിജ്വൽ ഡിഫറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്, ഓപ്ഷൻ എ തന്നെയാണ്. നോക്ക്, ഫോളോ എ ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം. തീർച്ചയായിട്ടും ഒരു ചൈൽഡ് സെൻറ്റേർഡ് കരിക്കുലം നമ്മൾ ഫോളോ ചെയ്യണം. അതിൻ്റെ കൂടെ എന്താണ്, ആൻഡ് പ്രൊവൈഡ് മൾട്ടിപ്പിൾ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടു സ്റ്റുഡൻസ്. ഓരോരുത്തർക്കും അല്ലേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. നെക്സ്റ്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എംഫസിസസ് ഡാഷ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CCE എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ്. നോക്കാം ഓപ്ഷൻ നോക്കിയേ, continuous testing on a comprehensive scale to ensure learning. Next, how learning can be observed, recorded and improved upon. Third, fine tuning of test with the teaching എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി നോക്കിയേ, എന്താണ് ഓപ്ഷൻ ഡി വരുന്നത്, റിഡൻഡൻസി ഓഫ് ദി ബോർഡ് എക്സാമിനേഷൻ. അവിടെ ചോദിച്ചതാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എംഫസൈസസ്. അപ്പോൾ എന്തിനാണ് ഏത് സാഹചര്യത്തിലാണ് ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ ഈ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടെന്നാണ്. നോക്കാം ആൻസർ ഏതാണ് വരിക, നോ ഡൗട്ട് ഓപ്ഷൻ ബി ആണ്. ഹൗ ലേണിംഗ് ക്യാൻ ബി ഒബ്സർവ്ഡ്, റെക്കോർഡഡ് ആൻഡ് ഇംപ്രൂവ്ഡ് അപ്പോൺ. ഇതിന് വേണ്ടിയിട്ടാണ് അല്ലേ, ഇതിനാണ് നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻസ് നടത്തുന്നത്. ഹൗ ലേണിംഗ് ക്യാൻ ബി ഒബ്സർവ്ഡ്, then recorded and improved. Okay, improvisation അവിടെ എന്തായാലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ്.
എന്താണ് സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് ആണ് ഇവിടെ ഓപ്ഷനായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ എ നോക്കിയേ, ഡയല്യൂട്ട്സ് ദി അക്കൗണ്ടബിലിറ്റി ഓഫ് ബോർഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ, hinders achieving universal national standards, helps all students learn more through diagnosis, and option D, make students and teachers non-serious and casual. അപ്പോൾ ഇവിടെ എന്താണ് സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്നും നിങ്ങൾ ഡൗട്ട് ഒന്നും അടിക്കേണ്ടതാണ്. ഹെൽപ്സ് ഓൾ സ്റ്റുഡൻസ് ലേൺ മോർ ത്രൂ ഡയഗ്നോസിസ്. ഓക്കെ, എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാടധികം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. നെക്സ്റ്റ്, റെഡിനെസ് ഫോർ ലേണിംഗ് റെഫേഴ്സ് ടു. അപ്പോൾ ഈ റെഡിനെസ് ഫോർ ലേണിംഗ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ ലേണിംഗ് റെഡിനെസിനെ കുറിച്ചൊക്കെ അറിയാം, മറ്റേ തിയറിയൊക്കെ ബന്ധപ്പെട്ടോ തൊണ്ടയ്ക്കോയെ ബന്ധപ്പെട്ടൊക്കെ അറിയാം. പക്ഷേ ഇവിടെ റെഡിനെസ് ഫോർ ലേണിംഗ് റെഫേഴ്സ് ടു ഓപ്ഷൻസ് നോക്കിയേ, ജനറൽ എബിലിറ്റി ലെവൽ ഓഫ് സ്റ്റുഡൻസ്, present cognitive level of students in the learning continuum, satisfying nature of the act of learning, and option D, Thorndike's law of readiness. അപ്പോൾ ഇവിടെ readiness of for learning എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഏതുമായിട്ട് റെഫർ ചെയ്യുന്നതാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കി നിങ്ങൾ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് പറയുക. readiness for learning എന്നുള്ളതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, readiness for learning ഏതാണ് നമുക്ക് പറയാൻ പറ്റുമോ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഏതാ പറയാൻ പറ്റുമോ? ഓപ്ഷൻ്റെ കറക്റ്റ് ആയിട്ട് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രസന്റ് കോഗ്നിറ്റീവ് ലെവൽ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ലേണിംഗ് കണ്ടിന്യൂം. ഓക്കെ, ലേണിംഗ് കണ്ടിന്യൂം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് പറയാം. അതാണ് ഈ റെഡിനെസ് ഫോർ ലേണിംഗ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പ്രസന്റ് കോഗ്നിറ്റീവ് ലെവൽ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ലേണിംഗ് കണ്ടിന്യൂം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് പറയാൻ പറ്റുമോ, റെഡിനെസ് ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ ടീച്ചർ ഹാസ് സം ഫിസിക്കലി ചലഞ്ചഡ് ചിൽഡ്രൻ ഇൻ ഹെർ ക്ലാസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ഹെർ ടു സേ. ഒരു ടീച്ചർക്ക് എന്താണ്, ഒരു കുറച്ച് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ ആ ടീച്ചറുടെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ചോദിച്ച ക്വസ്റ്റൻ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ഹെർ ടു സേ. അപ്പോൾ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ആ കുട്ടികളോട് പറയാൻ പറ്റുന്നതിലും കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഏതാണെന്നാണ്, അപ്രോപ്രിയേറ്റ് കാര്യങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചത്. നോക്കാം, ഇവിടെ 4 ഓപ്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന്, ഓപ്ഷൻ ടീച്ചർ പറയുന്നതാണ്, അത്തരത്തിലുള്ള കുട്ടികളോട് ടീച്ചർ പറയുന്നതാണ്, അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ നോക്കിയേ, വീൽ ചെയർഡ് ബൗണ്ട് ചിൽഡ്രൻ മേ ടേക്ക് ഹെൽപ്പ് ഓഫ് ദെയർ പിയേഴ്സ് ഇൻ ഗോയിങ് ടു ഹാൾ. അതായത് ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള വീൽ ചെയറിൽ ഇരുത്തപ്പെട്ട അല്ലെങ്കിൽ വീൽ ചെയറിലായിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് വീൽ ചെയറിലുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ പിയേഴ്സിനെ എന്ത് ചെയ്യുക, ഹാളിലേക്ക് പോകാൻ വേണ്ടി അവരെ ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ കൂട്ടിക്കോ എന്നാണ് പറയുന്നത്. ആ ടീച്ചർ എടുത്ത് പറയുകയാണ്, വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഹാളിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂടി കൂട്ടിയിട്ട് പോയിക്കോ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അങ്ങനെ കൂട്ടിയിട്ട് പോയിക്കോ എന്ന് അപ്പോൾ ടീച്ചർ പറയുന്നതാണ്. നെക്സ്റ്റ്, ഫിസിക്കലി ഇൻകൺവീനിയൻസ്ഡ് ചിൽഡ്രൻ മേ ഡു ആൻ ആൾട്ടർനേറ്റീവ് ആക്ടിവിറ്റി ഇൻ ദി ക്ലാസ് റൂം. അതായത് ഫിസിക്കലി ഇൻകൺവീനിയൻസ്, ഫിസിക്കലി ക്ലിയർ അല്ലാത്ത, ഫിസിക്കലി ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഇപ്പോൾ തന്ന ആക്ടിവിറ്റിക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റെന്തെങ്കിലും ക്ലാസ് ചെയ്തോ എന്ന് പറയുന്ന ടീച്ചർ. നെക്സ്റ്റ്, മോഹൻ, വൈ ഡോണ്ട് യു യൂസ് യുവർ ക്രച്ചസ് ടു ഗോ ടു ദി പ്ലേ ഗ്രൗണ്ട്. ആ ടീച്ചർ പറയുന്നത്, മോഹനോട് പറയുന്നത്, മോഹൻ എന്തുകൊണ്ടാണ് നീ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് നിന്റെ ക്രച്ചസ് യൂസ് ചെയ്യാതെന്ന്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാലോ, യൂസ് ചെയ്ത് പോയിക്കോ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി നോക്കിയേ, പോളിയോ അഫക്റ്റഡ് ചിൽഡ്രൻ വിൽ നൗ പ്രസന്റ് എ സോങ്. അതായത് ടീച്ചർ ക്ലാസ് പറയുന്നത് പോളിയോ അഫക്ട് ചെയ്ത കുട്ടികളും കൂടി ഇപ്പോൾ ഒരു പാട്ട് പാടുമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ, ടീച്ചർ അത്തരത്തിലുള്ള ഫിസിക്കൽ ചലഞ്ചസ് നേരിടുന്ന കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ ടീച്ചർ അവരോട് അല്ലെങ്കിൽ മൊത്തത്തിൽ എങ്ങനെയാണ് അവരെ അഡ്രസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ പോലെ ഒരു ടീച്ചർ ഒരിക്കലും ക്ലാസ് അങ്ങനെ പറയുമോ, പോളിയോ ബാധിച്ച കുട്ടി വേഗം ഒരു പാട്ട് പാടുമെന്ന് പറയാൻ പറ്റുമോ? മോശമല്ലേ, അവരെ അതിന് മോശക്കാരാക്കുകയല്ലേ ചെയ്യുന്നത്, തെറ്റല്ലേ? നെക്സ്റ്റ്, വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഹാളിലേക്ക് അവനെ ഫ്രണ്ട്സിന്റെ സഹായത്തോട് ഹാളിലേക്ക് പോകുന്ന ഒരു ടീച്ചർ അങ്ങനെ പറയുമോ? പേര് വിളിച്ച് നമുക്ക് പറയാം, നിങ്ങളൊക്കെ മേലെ ഹാളിലേക്ക് പോകും അല്ലേ. അതുപോലെ ഫിസിക്കലി ശരിയില്ലാത്ത അല്ലെങ്കിൽ ഇൻകൺവീനിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, മറ്റൊരു ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തോ എന്ന് അങ്ങനെ ആരെങ്കിലും പറയുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതൊക്കെ തെറ്റാണ്. അപ്പൊ ടീച്ചർ ക്ലാസ്സിൽ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താ, അപ്രോപ്രിയേറ്റ് എന്ന് ചോദിച്ചത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ടു സേ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഏതാണ്, ഓപ്ഷൻ സി നോക്കി നിങ്ങൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടീച്ചർ പറയുന്നത്, മോഹൻ, വൈ ഡോണ്ട് യു യൂസ് യുവർ ക്രച്ചസ് ടു ഗോ ടു ദി പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇപ്പം അവർക്കൊരു ബ്രേക്ക് ആണോ അല്ലെങ്കിൽ ഒരു കളിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് വിചാരിക്കുക, എല്ലാ കുട്ടികളും മൊത്തത്തിൽ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി, അപ്പോൾ മോഹൻ മാത്രം എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ടീച്ചർ പറയുകയാണ്, മോഹൻ, വൈ ഡോണ്ട് യു യൂസ് യുവർ ക്രച്ചസ്, നീ എന്തുകൊണ്ട് നിന്റെ ക്രച്ചസ് യൂസ് ചെയ്തിട്ട് കളിക്കാൻ പോകുന്നില്ല, പോയി കളിക്കുന്നു പറയുന്ന അവനോട്. അതൊരിക്കലും എന്തല്ല അവനെ കളിയായിക്കൊണ്ടില്ല പറയില്ല, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർ അല്ലേ. എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ടീച്ചർ എപ്പോഴും ഒരു മോട്ടിവേറ്റീവ് ഫാക്ടറായിട്ട് അവരെ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഓക്കെ, ലേണിംഗ് ഡിസബിലിറ്റീസ് മേ ഒക്കർ ഡ്യൂ ടു ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഒരെണ്ണം ഒഴികെ ബാക്കി 3 തന്നെയാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് വരാം, അല്ലെ വരാവുന്ന ഒരു കാരണമായിരിക്കാം. നോക്കാം, സെറിബ്രൽ ഡിസ്ഫങ്ഷൻ,
ഇമോഷണൽ ഡിസ്റ്റർബൻസ്, ബിഹേവിയറൽ ഡിസ്റ്റർബൻസ് ആൻഡ് ഓപ്ഷൻ ഡി കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ 4 ഒരെണ്ണം ഒഴികെ ബാക്കി 3 എന്താണ് ലേണിംഗ് ഡിസബിലിറ്റീസ് വരാനുള്ള സാധ്യതയാണ് അല്ലെ. ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെ ലേണിംഗ് ഡിസേബിൾ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ പറയാൻ പറ്റുമോ? ഓപ്ഷൻ എ ബി സി ഡി ഏതാ പറയാൻ പറ്റുമോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റീസ് മേ occur due to all of the following except cultural factors, or learning disabilities may occur due to all of the following, that is cerebral dysfunction, emotional disturbance and behavioral disturbance except cultural factors. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 10 കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിലെന്തായാലും നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക. ചിലപ്പോൾ 1-2 ഒക്കെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾ ഐഡിയ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് കാര്യങ്ങൾ പിന്നീട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്കത് പിന്നെ ലൈക്ക് ചെയ്യാം, കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.